ശ്രീ ബിജി എബ്രഹാം, ഈ കാര്യം CPM ഈ ജൂലൈ മാസം അവസാനം പ്രസിദ്ധീകരിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് പിറ്റേന്ന് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ട്. താങ്കളത് കേട്ടു നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ CPM റിവ്യൂ ആയി എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങളാണ് എക്സാക്ട്ലി. അതിപ്പോൾ ആരുടെയും ബ്രില്യൻസ് ഒന്നുമില്ല. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും, പത്രം വായിക്കുന്ന കഴിഞ്ഞ 5 വർഷം പത്രം വായിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിപ്പോൾ 3 മാസം അടുത്താവുമ്പോൾ CPM സമ്മതിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ രാഷ്ട്രീയമായി വന്ന പിശകുകൾക്ക് ഏത് തരത്തിലുള്ള പരിഹാരം സാധ്യമോ? ഇപ്പോൾ പാർട്ടി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. താങ്കൾ ആ പത്തനംതിട്ട പരിസരത്തുള്ള ആളാണല്ലോ. പത്മകുമാറിനെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടപടിയെടുക്കാൻ പറഞ്ഞു. നടപടിയെടുത്തോ? ഇല്ല. നടപടി എടുക്കാത്തത് വലിയ അവമതിപ്പുണ്ടാക്കി, പരാജയവും ഉണ്ടായി. പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴത്തെ നടപടി എന്താണ്? പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും, പാർട്ടിയിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യും എന്നായിരുന്നു അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നടപടി ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇത്രയും തോൽവി ഉണ്ടായിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടി ഇനി എങ്ങനെ നന്നാവാം, എങ്ങനെ തിരുത്താം എന്നാണ് ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ പാനലിസ്റ്റുകൾ അങ്ങുൾപ്പെടെ പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെ വിശകലന റിപ്പോർട്ടാണ് CPIMന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് താഴെത്തട്ടിൽ ബ്രാഞ്ച് മുതൽ മുകളിലോട്ടുള്ള പാർട്ടിയുടെ തോൽവിയുടെ പരാജയം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടോ വിശകലനവുമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി സംസ്ഥാന തലത്തിലുള്ള ഒരു വിശകലനം, എന്തുകൊണ്ട് പാർട്ടിക്ക് പരാജയം ഉണ്ടായി എന്നുള്ളതിനെ ഒരു സൂക്ഷ്മമായ ഒരു വിശകലനം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയിരിക്കുന്ന പ്രാഥമിക മനസ്സിലാക്കലിൻ്റെ വെളിച്ചത്തിൽ, അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തിയിരിക്കുന്ന ഒരു അനാലിസിസാണ്. അതിൽ തന്നെ ഈ വെബ്സൈറ്റിൽ നിന്ന് ഏതാണ്ട് 98ഓളം പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട്, വിശദമായിട്ട് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർഘോഷ് പറയുന്നത് പോലെ ഉപരിവിപ്ലവമായിട്ടുള്ള ഒരു വിമർശനമൊന്നും അല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് വളരെ ഗൗരവമായ വിമർശനങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രചരണം കേരളത്തിൽ ഉണ്ടായി എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. പിണറായി സഖാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പോസ്റ്ററുകളിലും ബാനറുകളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം ആയിരുന്നില്ല ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുമുള്ള വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള നേതാക്കന്മാരെ ഒക്കെ പ്രചരണത്തിനും പ്രചരണ പരിപാടികൾക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്ന പരസ്യ രീതികളൊക്കെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അന്തർദേശീയ നേതാക്കളെയൊക്കെ തന്നെ പ്രചരണ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറി അത് പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളൊരു വിമർശനം ഗൗരവമായി പാർട്ടി മനസ്സിലാക്കുന്ന ഒരു വിമർശനമാണ്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിയുടെ ഒരു നിയന്ത്രണമില്ലായ്മ ഉണ്ടായി എന്നുള്ളത് ഗൗരവമായ ഒരു വിമർശനം. പ്രത്യേകിച്ച് സർക്കാർ എടുക്കുന്ന വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സബ് കമ്മിറ്റികൾ അതിനകത്ത് ഇടപെടുകയും അതിനകത്ത് ആവശ്യമായ തിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു രീതി, ഒരു മെത്തഡോളജി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഈ കുറി പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ LDFന്റെ ഈ തൊട്ടു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഗൗരവകരമായ ഒരു വിമർശനമാണ്. പാർട്ടി നേതാക്കളുടെ ശൈലി മാറേണ്ടതുണ്ട്. ഇപ്പം ഈ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി നേതാക്കളുടെ ശൈലിയിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഗൗരവകരമായിട്ടുള്ളൊരു വിമർശനമാണ്. മൃദു ഹിന്ദുത്വ ആരോപണം എന്നുള്ളത് അല്ലെങ്കിൽ ആക്ഷേപം എന്നുള്ളത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ സെക്യുലറിസത്തിൽ കേരളത്തിൽ സെക്യുലറിസം ഏറ്റവും നന്നായിട്ട് പ്രഘോഷണം ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുന്നതും UDF ആണ് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് UDFന് അത് വലിയ അളവിൽ പ്രചാരം നൽകുന്നതിനകത്ത് സാധിച്ചു. അതിനകത്ത് മാധ്യമങ്ങളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ UDFന് അതിനകത്ത് ലഭിക്കുകയും ചെയ്തു. കേരളത്തിൽ ഇപ്പം തന്നെ അറിയാം, ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ അറിയാം ഏത് വിധത്തിലാണ് ജാതി മത സമുദായങ്ങൾ കേരളത്തിൻ്റെ ഭരണത്തിനകത്ത് നേരിട്ടും അല്ലാതെയും പിൻവാതിലിൽ കൂടെയും ഒക്കെ ഇടപെടുന്നതെന്നുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു.